ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. ഞാൻ ഓർത്ത് ഇവിടെ കുറച്ച് സമൂസ ഷീറ്റ് ഇരിപ്പുണ്ട്, കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചൊരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ എടുക്കാമെന്ന്. അപ്പം കുഞ്ഞ് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പോൾ എനിക്ക് എളുപ്പമായില്ലേ, അവൻ ഷൂട്ട് ചെയ്ത് പിന്നെ ബാക്കിയെല്ലാം ഞാൻ ചെയ്താൽ പോലെ. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി വെക്കാവേ. അവനെ വിളിച്ചുകൊണ്ട് പോകാം, കാരണം രണ്ടും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ വട്ടം തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, എനിക്ക് ഒരാളും കൂടി ഇല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റിയാലും. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാണിക്കടാ. ഇതൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്കാണെങ്കിൽ ചിക്കൻ പുരട്ടി വെക്കാം ഗൈസ്. അതിനകത്തോട്ട് നമുക്ക് പകുതി മുളക് പൊടി ഇട്ടാൽ മതി, കാരണം ഭയങ്കര എരിവായി മുളക് പൊടിക്ക്. ഉപ്പ് ഇത്രയും, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതെല്ലാം ഞാൻ എടുത്തതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത്, അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുക്കാം, കാരണം ഒരു ക്രഞ്ചിനെസ് കിട്ടട്ടെ. കോൺഫ്ലോർ കാണുവാടാ, അറിയാലോ. കുറച്ച് കോൺഫ്ലോറും കൂടെ ഇടുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ വഴറ്റിയെടുക്കാതെ. പിന്നെ ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ വഴറ്റിക്കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. കാരണം അത് ചിക്കൻ പൊരിച്ചെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് സമൂസ ഷീറ്റ് ഇട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വെച്ച് ഒന്ന് സമൂസ പോലെ ഉണ്ടാക്കുന്നില്ല, ബോക്സ് പോലെ ആക്കി എടുക്കാം. കുറച്ച് മയോണൈസും കൂടെ ആക്കി ഫില്ലാക്കാം, അപ്പം ടേസ്റ്റ് കൂടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിരുന്നു. ഈ സവാള ഇതിനകത്തോട്ട് ബാക്കിയിരിക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം ഈ ഒരു പാത്രത്തിൽ തന്നെ അകത്ത് ഉണ്ടാക്കേണ്ടത്, കാരണം ഈ പാത്രം കഴിഞ്ഞാൽ വയ്യ, വേറെ ഒന്നും കൊണ്ടല്ല. ഇതെല്ലാത്തിനും കൂടി യൂസ് ചെയ്യാമല്ലോ. ഇത് വഴറ്റി വെച്ച ചിക്കൻ ഇതിൽ തന്നെ പൊരിച്ചെടുക്കാം. അതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ചൂടാക്കി മറ്റേ സമൂസ ബീഫ് വെച്ച് ഇതിൽ തന്നെ പൊരിച്ചെടുക്കാം. ഞാൻ എൻ്റെ ഒരു ചില്ല അതുപോലെ നടക്കുമായിരിക്കും. നമ്മൾ കുറച്ച് ഉപ്പില്ലാത്തിട്ടാണ് കൊടുത്ത് കൊടുക്കണം. നമുക്ക് ബാക്കിയിരിക്കുന്ന ക്യാരറ്റും, കാരണം ഒരുപാട് സമൂസ ഷീറ്റുണ്ട്. അപ്പം ഞാൻ എത്ര എടുക്കാനും കഴിയത്തില്ല, അത് വെറുതെ ഇനി ഇരിക്കും. ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കുന്ന സമയത്ത് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. ഉറപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാം. അപ്പോഴത്തേക്കിന് 2-3 വെളുത്തുള്ളി പൊളിച്ചെടുക്കാം. കുളവി എണ്ണ കൊണ്ട് പോകും. ബാക്കിയുള്ള മസാലയും കൂടി ഇതിനകത്തിട്ടിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ചിരിക്കാം. ഇത് ചെയ്യാനിടാം. ഇത് നമുക്ക് എല്ലാം ചൂടാക്കിയെടുക്കാം. സമൂസാക്കിയിട്ട് കുറച്ച് ദിവസമായില്ലേ ചേച്ചറിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുത്തി അല്ലേ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്യേണ്ടി വരും. ഇത് മതി. ഇതെല്ലാം കൂടെ നമുക്കിനി മിക്സ് ചെയ്യാം. എന്തോ ടൊമാറ്റോ സോസ് ഇട്ട് മയോണൈസും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും. എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിളും ചിക്കനും മയോണൈസും കെച്ചപ്പും 4 കൂടെ പറ്റുന്നതുപോലെ ഞാൻ എന്താണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പൊരിച്ചെടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും
നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബാച്ചും കൂടി എന്താ 2 ബാച്ച്. ഇവിടെ നമുക്ക് കരിഞ്ചായം കൂടെ ഉണ്ടാക്കാം. അപ്പം അത് സെറ്റാവും, ഇത് സെറ്റാവും, ഇത് സെറ്റാവും. നമുക്കൊരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാങ്ങിക്കാൻ വന്നത് ഗൈസ്. നോക്കിയില്ല, അത് കരിഞ്ഞു പോകും. നോക്കിയിട്ട് നമുക്ക് നോക്കാവേ. നൈസാണോ? സൂപ്പറായിട്ടുണ്ട് ഗൈസ്. നല്ലല്ലേ? ഞങ്ങളുടെ പ്രയത്നം തീരാനായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. കൊള്ളാം. എനിക്ക് നീ തിന്നോണ്ടിരിക്കാൻ തോന്നുന്നു. നന്നായിട്ട് കണ്ടാൽ വെച്ചിട്ട് പിന്നെയും കൂടെ കഴിപ്പിക്കാം. കഴിക്കുമെന്ന് വീട്ടിൽ കഴിക്കുമായിരിക്കുമല്ലേടാ? ഇത് രണ്ടും കൂടെ സെറ്റാക്കി തരാം. ഇവിടെ മാറ്റി തരാം. ഇതിട് മമ്മി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇല്ല ഇല്ല, കടിക്ക്. സോസ് കൂടെ എന്താ മുഴുവനെ നിൽക്കുന്നതാണ് ഞാനവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ പോയി തിന്നിട്ട് വരാം. ഈ വീഡിയോയിലേ ഉള്ളൂ. നിങ്ങൾ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണേ. പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ കിഴങ്ങിനോട് വലിയ താല്പര്യമില്ല. അപ്പം അതില്ലാതെ എനിക്ക് നന്നായിട്ട് ഇഷ്ടം. ഈ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. അപ്പം പോയിട്ട് പിന്നെ വരാം. ബൈ ബൈ.